നോക്കുമ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസി അവരിപ്പോൾ ഒരു കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ അവരിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് എല്ലാ കുട്ടികളെയും പാരന്റ്സിനെ വിളിച്ചതിന് ശേഷം അവര് ഒരു ഈവന്റ് വെച്ചിട്ട് ഒരു എന്താ ഞാൻ പോയിന്റ് ഒരു കോട്ട് ഇടിപ്പിക്കും, വെള്ള കോട്ട് ഇടിപ്പിക്കും. എന്നിട്ടൊരു സ്റ്റെതസ്കോപ്പ് വാങ്ങിയിട്ട് അവിടെ കുട്ടിയുടെ കഴുത്തിലിട്ടെടുക്കും. ഇതങ്ങോട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതായത് ഫസ്റ്റ് ഇയറിലെ കുട്ടി കോളേജിൽ പോയിട്ടില്ല, അതിന് മുമ്പ് പാസ്സാവുന്നതിന് 5 കൊല്ലം 6 കൊല്ലം മുമ്പാണ് എന്താണ് ഇത് ചെയ്യുന്നത്. എന്താണ് ഇതാരും ആരും ഡ്രീംസ് സെല്ല് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ പാരന്റ്സ് കുട്ടികളെ കെണ്ണി പിടിച്ചു നോക്കുന്നു, ഭയങ്കര സന്തോഷം. ഇവന് 14 ലക്ഷം എന്നിട്ട് ഇത് സീറ്റ് വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യണത്, ഇത് ചെയ്യണത്. അപ്പോ ഇത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ ഒക്കെ ഒരു ഭയങ്കര ഡ്രീമാണ് ഡോക്ടർ ആവുന്നത്. നമ്മുടെ ഒരു തൊട്ട് മുമ്പത്തെ ഒരു തലമുറയ്ക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഡോക്ടർ ആവുക, ഡോക്ടറുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഡോക്ടറുടെ BMW റോഡിലൊക്കെ വന്നറിഞ്ഞു ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പുതിയ തലമുറ ഡോക്ടേഴ്സിന് ആക്ച്വലി എന്താണ് ഇത്രയൊന്നും ഒരു ഏർണിങ്സ് ഇല്ലാതില്ല. ഞാനൊരു സർവേ എടുത്തിട്ടുണ്ട്, ഞാൻ അതിന്റെ വീഡിയോ പുറത്തിട്ടിട്ടില്ല. ഒരു 200ഓളം ഡോക്ടേഴ്സിനോട് അവരുടെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ അനോണിമസ് ആയിട്ട് വാങ്ങിയിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു ഞാൻ കൃത്യമായി സർവേ എടുത്തു. ഓരോ ഏർണിങ്സ് എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എന്താണ്, എവിടെയാണ് വർക്ക് ചെയ്തത്. 2014 ശേഷമുള്ള ആൾക്കാർ ആർ സ്റ്റിൽ സ്ട്രഗിളിങ്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പക്ഷെ ഇതൊന്നും കാണാതെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഡോക്ടർ ആവാന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ വിദേശത്തോട്ട് ഡോക്ടറാകാൻ വേണ്ടി കയറി പോകുന്നതാണ്. ഒരു ഡ്രീംസ് ആൻഡ് ഇമോഷൻസ് സെല് ചെയ്യുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. അതൊരു നമ്മുടെ സെയിൽ എടുത്തുമ്പോൾ ഒരു ഡ്രീംസ് ഇമോഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് സെയിൽ നടക്കുന്നത്. പക്ഷെ അവിടെ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് മിസ്റെപ്രസെന്റ് ചെയ്തിട്ട് ഇൻഫർമേഷൻ മറച്ചു വെച്ചിട്ട് അവരുടെ ഫ്യൂച്ചറിലുള്ള കുറെ പ്രശ്നങ്ങൾ കൃത്യമായി പറയാതെയാണ് എന്ത് ചെയ്യുന്നത് ഇത് സെല് ചെയ്യുന്നവർക്ക് അടുത്താണ് ഇതിന്റെ ഒരു പ്രശ്നമുള്ളത്.